Good morning. We discuss the last module liquidation of a cooperative society. The section 21 onwards specify the section 71 onwards specify the liquidation of a cooperative society. Here, a cooperative society is formed for a specific or defined purposes or definite purposes. Its bylaw specifically mention the purpose for which the societies are or the objective of the society. Here, members usually expect certain services from the society. Then, some societies are failed to provide such services. They are functioning only for their namesake. That means only there are large number of dormant societies are there. These societies fails to provide the object mentioned in its bylaw or the services to the members of the cooperative society. In such a cases, that society should be dissolved. The competent authority under the Act to wind up a cooperative society is a registrar of cooperative society. Then the registrar shall have the power to wind up the affairs of a cooperative society. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് സെക്ഷൻ 71 പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോണ്ട് അപ്പ്. വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ നോക്കാം, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെയാണ് ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള റീസൺ എന്തൊക്കെയാണ്. ഓക്കെ, അതാണ് കാരണങ്ങളാണ് ആദ്യത്തെ സെക്ഷൻ 71 പറയുന്നത്. ദ സെക്ഷൻ ഗീവ്സ് ദി പവേഴ്സ് ടു ദ രജിസ്ട്രാർ ടു വൈൻഡ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് സൊസൈറ്റി. ഹി ക്യാൻ ഡു സോ അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ പവർ ആർക്കാണുള്ളത്? രജിസ്ട്രാർക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാർ ഏതൊക്കെ കേസിലാണ് ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആൻ എൻക്വയറി ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 65. സെക്ഷൻ 65 പ്രകാരം കണ്ടക്ട് ചെയ്തിട്ടുള്ള എൻക്വയറിയുടെ റിസൾട്ട് പ്രകാരം അല്ലെ ഒരു സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ബൈലോ പ്രകാരമല്ല നടത്തുന്നതെങ്കിൽ അല്ലെ എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ആ എൻക്വയറി റിപ്പോർട്ട് പ്രകാരം രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ഓർഡർ ഇടാം. രണ്ടാമത്തെ കേസ് പറയുന്നത് ആൻ ഇൻസ്പെക്ഷൻ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 66. സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ മൂലം. ദെൻ മൂന്നാമത്തെ കേസ് പറയുന്നത് ഓൺ റിസീറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഫ്രം നോട്ട് ലെസ് ദാൻ 3/4 മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ 3/4 മെമ്പേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സൊസൈറ്റീനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ കേസിൽ രജിസ്ട്രാർ എന്ത് ചെയ്യാം? വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഇനി ബട്ട് ബിഫോർ ഇഷ്യൂയിങ് സച്ച് ആൻ ഓർഡർ ഹി ഷുഡ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദി സൊസൈറ്റി ടു മേക്ക് ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ അല്ലേ. അപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നതിന് മുമ്പായിട്ട് കൺസേൺഡ് സൊസൈറ്റിക്ക് ഒരു അവസരം, അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം രജിസ്ട്രാർ കൊടുക്കും. ഓക്കെ, ഓൾസോ ഹി ഹാസ് ടു കൺസൾട്ട് ദി ഫിനാൻസിംഗ് ബാങ്ക് വിച്ച് ദ സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ് അണ്ടർ ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ദ ഏരിയ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? ഫിനാൻസിംഗ് ബാങ്കിനോടും കൺസേൺഡ് ഫിനാൻസിംഗ് ബാങ്കിനോടും അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യത്തെ ഫസ്റ്റ് സബ് സെക്ഷനിൽ പറയുന്നത്. ഇനി ദ രജിസ്ട്രാർ മേ ഓൺ ഹിസ് ഓൺ മോഷൻ ഓൺ ടു വൈൻഡ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് സൊസൈറ്റി അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. ഇത് കൂടാതെ അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞ് രജിസ്ട്രാർ എന്ത് ചെയ്യുക? ഈ മൂന്ന് കാരണങ്ങൾ എൻക്വയറി, അതുപോലെ ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ 3/4 മെമ്പേഴ്സ് ആവശ്യപ്പെട്ട് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യും. ഇനി അതുകൂടാതെ രജിസ്ട്രാർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒരു സൊസൈറ്റിനെ വൈൻഡ് അപ്പ് ഹിസ് ഓൺ മോഷൻ മേക്ക് ആൻ ഓർഡർ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കേസ് പറഞ്ഞത് എന്താണെന്ന് നോക്കുകയും, ഒന്ന്, വേർ ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ ഫാൾസ് ബിലോ 25. നമുക്കറിയാം ഒരു സൊസൈറ്റി മിനിമം എത്ര മെമ്പേഴ്സ് ഉണ്ടാവണം? 25 മെമ്പേഴ്സ് ഉണ്ടാവണം. അപ്പോൾ മിനിമം മെമ്പേഴ്സ് 25 ഇത് കുറഞ്ഞാൽ അല്ലേ, ഇപ്പോൾ പിന്നെ ബൈ ട്രാൻസ്ഫർ അല്ലെ ബൈ ഡെത്ത് ബൈ വിഡ്രോവൽ ഷെയറൊക്കെ എന്ത് ചെയ്താൽ മെമ്പർഷിപ്പ് കുറയും അല്ലേ. അപ്പോൾ ആ കേസ് എന്ത് ചെയ്യാം? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 25 താഴ്ന്നാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം? സൊസൈറ്റിനെ വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ വെയർ ദി സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്ത് ചെയ്യാം? ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ. ദെൻ ലാസ്റ്റ് കേസ് പറയുന്നത് വെയർ ദി നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫാൾസ് ബിലോ ദി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻ ദി കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി benefit of persons engaged in a particular industry or occupation.
ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്, ഒരു പിന്നെ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ ഏതാണ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി, റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫിക് സൊസൈറ്റികളുടെ കേസിൽ അല്ലേ, ആ കേസ് എന്ത് ചെയ്യണം, 75% അതിൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും 75% എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുമായി വർക്ക് ചെയ്യുന്നവരും ദെൻ റിമൈനിങ് 25% എന്ത് പറ്റുള്ളൂ, അതർ മെമ്പേഴ്സ് പറ്റത്തുള്ളൂ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, അപ്പോൾ 100 മെമ്പേഴ്സിൽ താഴെ 75 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കണം അല്ലേ, പർട്ടിക്കുലർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓർ ഓക്യുപ്പേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. ഇനി അങ്ങനെയുള്ള ആ മിനിമം റേഷ്യോ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യണം, ഇപ്പോൾ 75% മെമ്പേഴ്സും ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓക്യുപ്പേഷൻ ദെൻ എൻഗേജ് ചെയ്യുന്ന മെമ്പേഴ്സ് അല്ല എങ്കിൽ അതിൽ കുറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ദെൻ ഇങ്ങനെയുള്ള സ്പെസിഫിക് കാറ്റഗറിയിൽ ദെൻ കുറഞ്ഞാൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ടും ആ സൊസൈറ്റി എന്ത് ചെയ്യേണ്ടി വരും, വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ബൈലോ പറഞ്ഞ പ്രകാരം സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സൊസൈറ്റി എന്ത് ചെയ്യേണ്ടി വരും, വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഈ കേസിലാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി ആ വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നത്. ഓക്കെ, രജിസ്ട്രാർക്ക് സ്വമേധയാ വൈൻഡിങ് അപ്പ് ഓർഡർ ഇടാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം അതിലുള്ളത്, ദ രജിസ്ട്രാർ ഈസ് എംപവേർഡ് ടു ക്യാൻസൽ ദി ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി അറ്റ് എനി ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്റ്റർ ആയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യും. ഇനി അപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ടാൽ ഏത് സമയത്തും രജിസ്ട്രാർക്ക് വേണം എന്ത് ചെയ്യാം, ആ വൈൻഡിങ് അപ്പ് ഓർഡർ എന്ത് ചെയ്യാം, ആ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനുള്ള പവറുണ്ട്. ഓക്കെ, അത്രയാണ് ദെൻ ദ റീസൺ ഫോർ ദി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 71. ഓക്കെ, സെപ്പറേറ്റ് പ്രധാനപ്പെട്ടതാണിത്. വാട്ട് ആർ ദി റീസൺ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ ദെൻ വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് wound up. ഓക്കെ.